ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗെയിമാണ് ഗായ്സ്. അപ്പോൾ ഞാൻ നേരെ ഇതാ ഗെയിം കയറിയിട്ടുണ്ട് ഗായ്സ്. ഇതാ ഗെയിമിംഗ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിരിക്കണേ ഗായ്സ്. ഇത് ലോഡാക്കാൻ കുറച്ച് സമയം എടുക്കുവേ. ഇപ്പം ഗായ്സ്, എൻ്റെ പേരും കളിക്കുന്നില്ല ഒരു ID കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ ഫ്രണ്ടാക്കാം. അപ്പോൾ എനിക്കിത് എൻ്റെ വേറെ അക്കൗണ്ടിലാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഇന്നൊരു ഹെഡ് ഷോട്ട് ഓൺലി 1v1 കളിക്കാൻ പോകുന്നത്. എങ്ങനെയാവും കളി എന്നെല്ലാം നമുക്ക് കണ്ടറിയാം. ഗൈസ്, ആ എനിമി ആദ്യം തന്നെ ഏത് കൊണ്ട് എടുക്കുക നമുക്ക് നോക്കാമല്ലോ. ഏതൊരു വലിയ പ്ലെയർ എന്നല്ല വന്നിനപ്പം ഗൈസ്, നമുക്ക് പറ്റുന്ന പോലത്തെ പ്ലെയർ തന്നെ വന്നിനെ, കുഴപ്പമില്ല. അപ്പം ആ എനിമിയുടെ നെറ്റ് പോയതാണെന്ന് അറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. ഇല്ല ഗൈസ്, എനിമിയുടെ നെറ്റ് പോയിട്ടാ. അപ്പം നമുക്ക് നമ്മളെ കല്യാണം കൂട്ടോ ആ എനിമിയുടെ കല്യാണം കൂട്ടോ എന്നിപ്പം നോക്കാം. അപ്പം ഗൈസ്, ഞാൻ ഫസ്റ്റ് ഒരു അടി കൊടുത്തൊന്ന് കയറിയിട്ടാ, എൻ്റെ ഒരു 75 കയറി. അപ്പോൾ ഫ്രണ്ടാക്കാൻ നോക്കുക ഗൈസ്, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് വണ്ടേ പഠിക്കാനൊന്നും അങ്ങനെ അറിയില്ല. ഇവനാണെങ്കിൽ ഇരുന്ന് തല കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവൻ ഇരുന്നുകൊണ്ട് അവൻ്റെ തല നമുക്ക് അടിച്ച് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കളി എങ്ങനെയാവും നോക്കാം. അവൻ ഫ്രണ്ടാക്കാൻ നോക്കുകയാണ് ഗൈസ്. എങ്ങനെയും ഈ കളി എങ്ങനെയെങ്കിലും എടുക്കാൻ കഴിയുമോ നോക്കാം ഗൈസ്. അപ്പോൾ അവനാണെങ്കിൽ ആദ്യം തന്നെ അങ്ങ് ഏറെന്നടിക്കുന്നു, അതിൻ്റെ അട്ടത്ത് പോലെ നടിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരടി കൊള്ളില്ല. അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ അട്ടത്തേക്ക് വരെ ഗ്രൂവാളുടെ ഉള്ളിലേക്ക് തുള്ളി അവൻ്റെ ഹെഡ് അടിക്കാം. അപ്പം ഗൈസ്, സെക്കൻഡ് റൗണ്ട് അവനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് പോയാൽ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല ഗൈസ്. സെക്കൻഡ് റൗണ്ട് നമുക്ക് വേഗം പിടിക്കാനല്ലോ. നമ്മൾ അത്രക്കും വലിയ പ്രോ പ്ലെയർ എന്നല്ല ഗൈസ്, എന്നാലും നോക്കാനല്ലോ. അപ്പോൾ ഈ റൗണ്ട് എങ്ങനെയാവും, നമ്മളെ സൂപ്പർ കോംബോ M80 2 M80 ഒരു ഡ്രസ് കെട്ടികളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ട് എങ്ങനെയാവും നമുക്ക് നോക്കാം. ഈ കളി നമുക്ക് എങ്ങനെയാണ് എനിമിയുടെ താഴെ അടിച്ചോട്ടിക്കാൻ കഴിയുമോ ഗൈസ്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ആ എനിമി ഈ ഭാഗത്തേക്ക് എത്തി ഗൈസ്. ഞാൻ പിന്നെ നമ്മൾ M80 കുറച്ച് കളിക്കുന്ന പ്ലെയറായതുകൊണ്ട് ഒരു ഹെഡെല്ലാം അവനെ കൊടുത്തിട്ട് അങ്ങനെ അവൻ ആ കളി എങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്ത റൗണ്ട് അവന് കിട്ടുമോ അതെയോ നമുക്ക് കിട്ടുമോ എന്ന് ഇപ്പം പറയാം. നോക്കാം ഗൈസ്, എങ്ങനെയെങ്കിലും അടുത്ത റൗണ്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പം നോക്കുകയാണെങ്കിൽ ആ എനിമിയുടെ കിളി പോയോ എന്ന് സംശയം. അങ്ങനെ ഹെഡ് അടിക്കാൻ കഴിയും നോക്കുമെന്ന്. ഞാനപ്പോൾ അങ്ങനെ ഹെഡൊന്നും അടിക്കാൻ അറിയില്ല ഗൈസ്. ഞാൻ വെച്ചാൽ ഡെസേർട്ട് കയറില്ലെങ്കിൽ M80 നോക്കുകയും ഒന്നും ആവില്ല ചെയ്യാണ്ട് ഞാൻ അതിൻ്റെ തലക്ക് എയിം ചെയ്ത് വെച്ചടിച്ചു ഗൈസ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ആ എനിമി തനിയാലെ ബേക്കടിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. കളി ഞാൻ 3-1 ജയിച്ചിട്ടുണ്ട്. കാരണം എനിമിക്ക് നെറ്റ് പോയോണ്ട് എനിമി ബേക്കടിച്ച് ഗൈസ്. ഇതെന്തായാലും നമുക്ക് സ്പെഷ്യൽ എയർ ഡ്രോപ്പാ നമുക്ക് വേണ്ട ഗൈസ്. നമുക്ക് CS കളിക്കാം ഗൈസ്. ഇനി ഒരു CS പോയി നോക്കാൻ എങ്ങനെയുണ്ടാവും കളിയിൽ. അപ്പം നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സ്കോർ കളി തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ഒരു അടിപൊളി ഒരു ബിഗിഡ് മാപ്പാണ്. എനിക്ക് ഈ മാപ്പ് ഇഷ്ടമെന്നല്ല ഗൈസ്, എന്നാലും കിട്ടിയ മാപ്പായതുകൊണ്ട് നമുക്ക് ഇത് കളിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ സ്കോറിൽ 3 ആളായിപ്പോയി, ഒരാൾ കുറവുണ്ട്. ഒരാൾ വന്നു ഗൈസ്. അപ്പം ഈ കളി സാധാരണ പിടിക്കാൻ കഴിയും നോക്കാം. ഇതൊരു പ്രോ പ്ലെയർ കാണാനുണ്ട് ഗൈസ്. അതുകൊണ്ട് ഒരു ലാസ്റ്റ് അപ്പുറത്തെ ലാസ്റ്റ് 11 ഒരു ചെറിയ പ്രോ പ്ലെയറാണ് തോന്നുന്നു അവനെ കാണുമ്പോൾ. അത് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നോക്കാം അവനെ അങ്ങനെ കിട്ടാൻ കഴിയുമോ. പിന്നെ നമ്മൾ ഓസ്കാർ ഇട്ടോ അതിനെ, അല്ലാണ്ട് നമ്മളെ ക്യാരക്ടർ നമ്മൾ മാറ്റാൻ പോയി. നമ്മളെ ഫ്രണ്ടിന് കളിക്കാൻ കൊടുത്തപ്പോൾ നമ്മളെ ക്യാരക്ടർ പവർ നമുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല ഗൈസ്.
അതാണ് പറ്റിയ നമുക്ക് വെച്ച തെറ്റ് ഗൈസ്. കുഴപ്പമില്ല, സാധാരണ ഈ റൗണ്ട് എങ്ങനെ പിടിക്കുക, ഫസ്റ്റ് റൗണ്ടല്ലേ വിചാരിച്ച് ഞാൻ മറ്റു സാധനം എടുത്ത് കയറിപ്പോയി എടുത്തിൻ്റെ ഒരു നല്ല ഡാമും എടുത്തു. പക്ഷേ അപ്പോൾ നോക്കായി. അപ്പോൾ കഴിഞ്ഞ ടീമിൽ ഞാനൊരു ഡബിൾ കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അല്ല അത്രേ ഇല്ലു ഗൈസ്, ഞാനല്ലേ കളിക്കുന്നത്, പിന്നെന്താ. ഞാൻ എൻ്റെ ഒരു വേറെ അക്കൗണ്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ആ അക്കൗണ്ട് ഇതിലേക്ക് എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് എനിക്കുണ്ട്, പക്ഷെ അറിയില്ല ഗൈസ് അതെങ്ങനെ എടുക്കേണ്ടത്. അത് ഞാൻ വൈകാതെ എങ്ങനെയെങ്കിലും എടുക്കും. അത് നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, ആ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഒരു AK സ്റ്റേറ്റിങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇപ്പം നോക്കുവാണെങ്കിൽ ഞാൻ തോമസൺ എടുത്തിട്ടാ കയറിപ്പോന്ന്. ഞാൻ നേരെ ആ ടയറുമ്പോൾ കയറി, അപ്പോഴത്തേക്ക് തുള്ളൻ പോയതാണ്. പിന്നെ അവർ കയറി പേടിച്ച് അല്ലാണ്ട് തുള്ളി ഓസ്കാർട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് മൂഞ്ചിപ്പോയി ഗൈസ്. നമ്മളെ ആ സാധനം തിരിച്ചങ്ങോട്ടേക്ക് പോയി. പിന്നെ ഞാൻ ഒറ്റ തുള്ളി ഗൈസ്. HP കുറയുന്നത് കുറയട്ടെ, ഞാൻ ഒറ്റ കഴിഞ്ഞില്ല. ഇത് കുറച്ച് സമയം വെറുതെ തുള്ളി കളിച്ച് അറിയാണ്ട്. ഒരു പ്ലെയറൊക്കെ ഉണ്ട്, അവനെ വേഗം അടിച്ചോ. ഇവിടെ നമ്മളെ ഗണ്ണ് ചോടായിട്ട് ഗൈസ് കൈമേലേക്ക്. അപ്പം അങ്ങോട്ടത്തിനെ കണ്ട ശരിക്കും അവനെ വേഗം അടിച്ചതാണ്. അവനടുത്തേക്ക് കട്ട പോയി. അപ്പം ഗൈസ് അവൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് അവനേതോ വലിയ പ്ലെയറാണ്. അവൻ വലിയ പ്ലെയറിനല്ല അവൻ നമുക്ക് വേഗം അടിച്ചിടാൻ കഴിയും. എങ്ങനെ നോക്കിയാൽ പോയി. അവൻ എങ്ങനെയുള്ള പ്ലെയറാണ്, എങ്ങനെ കളിക്കുമെന്നൊന്നും അറിയില്ലേ. അവനെ എങ്ങനെയെങ്കിലും കിട്ടുമെന്നില്ല കാര്യമാണ് എനിക്കിപ്പം ഡൗട്ട്. അവൻ നല്ലൊരു പ്ലെയർ ആണോ ഗൈസ്? നമ്മൾ കളിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ടീംമേറ്റ്സിനെ ആ കളി വേഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മലയാള സ്കോറിന് എൻ്റെ പേരും കളിക്കാൻ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഗൈസ്. പ്ലീസ് ഗൈസ്, എനിക്കാർക്കും കളിക്കാമെന്നില്ല ഗൈസ്. കാരണം ശരി, ഞാൻ ആദ്യമായിട്ടുള്ള യൂട്യൂബ് തുടങ്ങുന്നു, അവിടെ അധികം ആളൊന്നും കളിക്കാനില്ല. റിക്വസ്റ്റ് ആണേ ID സെക്കൻഡ് റോളിൽ XMH തോംസണും നമ്മൾ എടുത്തില്ല. അപ്പം ഈ കളി നമുക്ക് എന്തായാലും എടുക്കാൻ കുറച്ച് നോക്കാം. കാരണം അവർ അത്ര കളിക്കുന്ന പ്ലേയേഴ്സൊന്നും അല്ലാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമുക്ക് രണ്ട് റൗണ്ട് സുഖമായിട്ട് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലാത്ത പ്ലേയേഴ്സില്ല. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തലവേണ്ട തലയടിച്ച് പൊട്ടിച്ച് ഞാൻ ആ നിമിഷം തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അവനെ ഫിനിഷ് ആക്കി കഴിച്ചു. ബുള്ളറ്റിന് പോയിട്ട് വേസ്റ്റ് നോക്കുമ്പോഴേക്ക് അവർ ടീമേറ്റ് അവിടെ ഉണ്ടോയെന്ന് സംശയം. ഞാൻ ടീമേറ്റിനെ കണ്ട പിന്നെ എടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചത്. ആ ലാസ്റ്റ് പ്ലെയർ താഴെ ഇല്ലത്. അപ്പം നമുക്ക് അവൻ്റെ താഴിലേക്ക് തന്നെ പോയി കൊല്ലാൻ കഴിയും നോക്കാം. അപ്പം നമ്മളവനെ കുത്തിക്കുറിച്ച് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവനെ എങ്ങനെയുള്ള കുത്തിപ്പിടിച്ച് കൊന്നിട്ടുണ്ട്. ലാസ്റ്റ് അവനെങ്ങനെയോ കുത്തിപ്പിടിച്ച് കൊന്നിട്ടുണ്ട് വയസ്സ്. അങ്ങനെ അവസാനം കളിയെല്ലാം എങ്ങനെയല്ലോ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത പോലെ കളി പോകുന്നുണ്ട് വയസ്സ്. നോക്കുവാണെങ്കിൽ ഗൈസ് ആദ്യം തന്നെ അവനെ പുറത്തൊരു പ്ലെയർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ ആ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നുണ്ടോയെന്ന് സംശയം ഗൈസ്. പിന്നെ ഒളിച്ചിരിക്കുന്നവനെ വെറുതെ കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഒറ്റ അടി അത് അവൻ നോക്കായി ഗൈസ്. അവൻ്റെ ഒപ്പരമില്ല, അവൻ നോക്കായിട്ടാ തോന്നുന്നത്. നമ്മുടെ ടീമേറ്റിൻ്റെ കില്ലായിരുന്നല്ലേ ഗൈസ്. അത് കുഴപ്പമില്ല, നമുക്ക് മെല്ലെ കളിച്ചാൽ പോരെ ഗൈസ്. എന്തിനാണ് ഫാസ്റ്റ് അല്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്. ഞാൻ AK സ്റ്റഡി കാണിച്ചു തരാൻ പറഞ്ഞു ഗൈസ്. ഞാൻ AK സ്റ്റഡി കാണിച്ചു തരാം.
അത് കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. സോറി ഇതല്ല ഗൈസ്, ഇതാണ് എൻ്റെ വേറൊരു അക്കൗണ്ട്. ഇതിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ഇടാം. എന്താ ഞാൻ ഇതിൻ്റെ ID നല്ല വൃത്തിക്ക് കാണിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ സ്റ്റോപ്പാക്കി പിടിച്ച് കണ്ടോ. 89 54 55 06 22 അതിൻ്റെ ID. BR ഏഴമ്പളം, CS ഒരു മാസ്റ്ററും 6 ഏഴമ്പളമാണ്. പിന്നെ ഞാനൊരു ഓൾഡ് പ്ലെയറിനല്ല 1 ഇയർ പ്ലെയറാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയേ ഉള്ളൂ.